നമസ്കാരം. തമിഴ്നാട്ടിൽ അണ്ണാമലയുടെ തേരോട്ടം അക്ഷരാർത്ഥത്തിൽ MK സ്റ്റാലിന് തന്നെ ഭീഷണിയായി എന്ന് വേണം പറയാൻ. ഒരർത്ഥത്തിൽ തമിഴ്നാട്ടിൽ BJP ഏത് വിധത്തിലും താമര വിരിയിക്കും എന്ന ലക്ഷ്യത്തിലാണ് BJP തമിഴ്നാട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു രീതിയിലാണ്. അതുകൊണ്ട് തന്നെയാണ് BJP കേന്ദ്ര നേതൃത്വം അണ്ണാമലയെ BJPയുടെ പ്രസിഡന്റ് ആക്കിയത്. നിലവിലെ സൂചനകൾ പ്രകാരം അണ്ണാമലയെ മത്സരിക്കുന്ന കോയമ്പത്തൂരിൽ BJP അക്കൗണ്ട് തുറക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് എക്സിറ്റ് പോളുകൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് അണ്ണാമല MP ആയിട്ട് ലോക്സഭയിലേക്ക് വിജയിച്ചു പോകുമെന്നാണ് അവർ പറയുന്നത്. തമിഴ്നാട്ടിൽ BJP 1 മുതൽ 3 വരെ സീറ്റുകൾ നേടുമെന്നാണ് എക്സിറ്റ് പോൾ പറയുന്നത്. തമിഴ്നാട് പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഇതൊരു തുടക്കം മാത്രമാണ്. ഇത് ആദ്യ ദിശയിലേക്കുള്ള ഒരു ചുവടുവെപ്പാണ്. BJPക്ക് പ്രവേശിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞൊരു സംസ്ഥാനം. ഇന്നലെ വരെ AIADMKയും DMKയും ഞങ്ങൾ നോട്ട പാർട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇന്ന് ഞങ്ങളുടെ വോട്ട് വിഹിതം 20% മുകളിലാണെന്ന് ഞങ്ങൾ തെളിയിച്ചിരിക്കുന്നു. ജൂൺ 4 ഞങ്ങൾ അക്കൗണ്ട് തുറക്കാൻ പോകുകയാണെന്നും സംസ്ഥാനത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് NDAയ്ക്കും BJPക്കും വേണ്ടി തമിഴ്നാട്ടിൽ നിന്ന് MPമാരെ ഞങ്ങൾ അയക്കുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് അണ്ണാമല. ഇതിൽ കൂടുതൽ സീറ്റുകൾ BJPക്ക് കിട്ടിയാൽ പോലും ആശ്ചര്യപ്പെടാൻ ഉള്ള സാധ്യതയില്ല. കാരണം അണ്ണാമലയുടെ തമിഴ്നാട്ടിലെ പ്രവർത്തനം അങ്ങനെയാണ്. ദ്രാവിഡ പാർട്ടികളുടെ ആധിപത്യമുള്ള തമിഴ്നാട്ടിലെ തിരഞ്ഞെടുപ്പ് മണ്ഡലത്തിലേക്ക് കാവ്യ രാഷ്ട്രീയമായി ഉദിച്ചുയർന്ന രാഷ്ട്രീയ നേതാവാണ് K അണ്ണാമല. അദ്ദേഹത്തിന്റെ കീഴിൽ BJP ഉയർത്തെഴുന്നേൽക്കുന്നു എന്ന് തന്നെ പറയാം. എൻ മണ്ണ് എൻ മക്കൾ എന്ന മുദ്രാവാക്യവുമായി അണ്ണാമലയുടെ നേതൃത്വത്തിൽ 7 മാസം നീണ്ട പദയാത്രയാണ് തമിഴ്നാട്ടിൽ BJPയുടെ ആത്മവിശ്വാസം തന്നെ ഉയർത്തിയതെന്ന് നമുക്ക് എടുത്തു പറയാം. പല പൊതുവിഷയങ്ങളിലും ഭരണകക്ഷിയായ DMKക്കെതിരെ അദ്ദേഹത്തിന്റെ രൂക്ഷമായ വിമർശനം, ഉറച്ചതും ആക്രമണാത്മകമായ സ്വഭാവവും ജനങ്ങളോടുള്ള സൗഹൃദപരമായ സമീപനവും അണ്ണാമലയെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ബദൽ തേടുന്നവർക്ക് കൂടുതൽ പ്രിയങ്കരനായ ഒരു നേതാവാക്കി മാറ്റിയെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ പറയുന്നു. പടിഞ്ഞാറൻ തമിഴ്നാട്ടിന്റെ കേന്ദ്രമായ കോയമ്പത്തൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു മണ്ഡലമാണ്. ഏറ്റവും പിക് പോയിന്റാണത്. DMKയും AIADMKയുമാണ് പ്രധാന എതിരാളികൾ തമിഴ്നാട്ടിൽ. തമിഴ് ദേശീയത ഉയർത്തിക്കാട്ടുന്ന നാം തമിഴർ പാർട്ടിയും ശക്തമായി തന്നെ അവിടെ രംഗത്തുണ്ട്. ചതുഷ്കോണ മത്സരമാണ് കോയമ്പത്തൂരിൽ ഇത്തവണ നടക്കുന്നത്. ദ്രാവിഡ രാഷ്ട്രീയം ഇനി തമിഴ്നാട്ടിൽ ആവശ്യമില്ലെന്നും താൻ തമിഴ് ജനതയുടെ മകനും ഇളയ സഹോദരനുമാണെന്നും തിരഞ്ഞെടുപ്പിൽ അണ്ണാമല പറയുന്നുണ്ട്. ഒരർത്ഥത്തിൽ തമിഴ്നാട് ജനതയുടെ മനസ്സിൽ അണ്ണാമലയെ ഏറ്റവും പ്രിയങ്കരനായ നേതാവാക്കി മാറ്റിയത് അണ്ണാമല നടത്തിയ ഒരു പ്രചാരണമായിരുന്നു. എൻ മണ്ണ് എൻ മക്കളെന്ന തമിഴ്നാട്ടിനെ ഇളക്കിക്കൊണ്ട് MK സ്റ്റാലിൻ്റെ നെഞ്ചത്തേക്ക് താണ്ഡവമാടിക്കൊണ്ട് അണ്ണാമല നടത്തിയ ഒരു പ്രചരണമാണ് അണ്ണാമലയെ ഇത്രത്തോളം തമിഴ് ജനതയുടെ മനസ്സിലേക്ക് ഇടം നേടാൻ സാധിച്ചതെന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. DMKക്ക് കിട്ടിക്കൊണ്ടിരുന്ന പരമ്പരാഗതമായ വോട്ടുകളെല്ലാം തന്നെ അണ്ണാമലയ്ക്ക് എത്തി, അല്ലെങ്കിൽ BJPക്ക് എത്തി എന്ന് നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാം. തമിഴ്നാട്ടിലെ ജനങ്ങൾ DMKക്ക് ഒരാവശ്യമായി പോകുമ്പോൾ അത് അവരെ DMK നിരസിക്കുകയാണ് ചെയ്തത്. പക്ഷേ അണ്ണാമലയുടെ അടുത്തെത്തുമ്പോൾ അദ്ദേഹം അത് സ്നേഹപൂർവ്വം ആ അപേക്ഷകൾ വാങ്ങിച്ച് അത് നടത്തിക്കൊടുക്കുന്ന ഒരു സമീപനമാണ് തമിഴ്നാട്ടിൽ ഉണ്ടായത്. താഴെത്തട്ടിലുള്ളവരെയും ഏറ്റവും പാവപ്പെട്ടവനായിരുന്നാലും പണക്കാരനായിരുന്നാലും എല്ലാവരെയും ഒരേ തൂക്കത്തിൽ കാണുന്ന, ഒരേ ത്രാസിൽ കാണുന്ന ഒരു വ്യക്തി, ഒരേ കണ്ണോടുകൂടി കാണുന്ന വ്യക്തിയാണ് അണ്ണാമല എന്ന് നമുക്ക് സംശയമില്ലാതെ തന്നെ തുറന്നു പറയാം.